നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കുരുമുളക് വിപണിയിൽ ഉണർവ്, ഏലവും മുന്നോട്ട്, റബ്ബറിന് വൻ ഡിമാൻഡ്. കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർദ്ധ സർക്കാർ സ്ഥാപനമായ കാംകോ കർഷകരിൽ നിന്നും കുരുമുളക് സംഭരണം പുനരാരംഭിച്ചു. കുരുമുളക് ഉൽപ്പാദന കുറവ് കണക്കിലെടുത്താൽ ഉത്സവ സീസണിൽ ഉയർന്ന വിലയ്ക്ക് സാധ്യത തെളിയുന്നു. കർഷകർക്ക് കൂടുതൽ ആകർഷകമായ വില ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ വിപണി ഇടപെടലിൽ നീക്കം നടത്തിയത്. കേരളത്തിലെയും കർണാടകത്തിലെയും വിപണികളിൽ വരവ് പതിവിലും ചുരുങ്ങി. ഉത്സവകാല ഡിമാൻഡിൽ ഉയർന്ന വില ഉറപ്പുവരുത്താനാവുമെന്ന വിശ്വാസത്തിലാണ് കർഷകരും മധ്യവർത്തികളും. വിലക്കയറ്റം സാധ്യത മനസ്സിലാക്കിയ ഉത്തരേന്ത്യൻ ഇടപാടുകാർ പരമാവധി ചരക്ക് വില ഇടിച്ച് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ലഭ്യത ചുരുങ്ങിയത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കുന്നു. കൊച്ചിയിൽ അൺകാർബിൾഡ് കുരുമുളക് 70,300 രൂപ ക്വിൻ്റലിന്. തേക്കടിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണ വിലക്കയറ്റത്തിന് വേഗത പകർന്നു. മികച്ച ഇനങ്ങൾ കിലോ 3,345 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,588 രൂപയിലും ഇടപാടുകൾ നടന്നു. മൊത്തം 55,885 കിലോ ഏലക്ക ലേലത്തിന് എത്തിയതിൽ 54,282 കിലോ കൈമാറി. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ഏലക്ക ശേഖരിക്കാൻ രംഗത്തുണ്ട്. സംസ്ഥാനത്ത് പകൽ താപനിലയിൽ മാറ്റം കണ്ട് തുടങ്ങിയതിനാൽ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ കർഷകർ. പ്രതികൂല കാലാവസ്ഥ മുന്നിൽ കണ്ട് ചെറുകിട തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് ഒരുക്കുന്ന തിരക്കിലാണ് മധ്യ കേരളത്തിലെ ഉൽപ്പാദകർ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 262 രൂപയിൽ നിന്നും 264 രൂപയായി. ബാങ്കോക്കിൽ റബ്ബർ കിലോ 291 രൂപയിലാണ്. അപ്പോൾ റബ്ബറിന് വീണ്ടും ഡിമാൻഡ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.